ഒന്നാം അധ്യായം 19 മുതൽ വായിക്കുന്നു. എഫേസ്യർ 1:19. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ വീണ്ടും ഇതിന് വായിക്കാൻ സമയം എടുക്കുന്നില്ല. അതിൻ്റെ ടോപ്പിക്ക് മാത്രം പറയട്ടെ. എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ, വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. കർത്താവേ, അടിയങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ. അവൻ അവളെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിച്ചു എന്ന് വായിക്കുന്നത് പോലെ ഞങ്ങളുടെ ഏത് അനുഭവങ്ങളാണെന്ന് അവിടുന്ന് മാത്രമേ അറിയുന്നുള്ളൂ. അതിനെ സ്പർശിച്ച് സംസാരിക്കുമല്ലോ. യേശുവിൻ നാമത്തിൽ തന്നെ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. ഈ ഭൂമിയിൽ പലതിനും എല്ലാത്തിനും മെഷർമെൻറ്റ്സ് ഒക്കെയുണ്ട്, അളവുകളുണ്ട്. മില്ലിമീറ്റർ മുതൽ ഹെക്ടർ വരെ വെള്ളം അളന്നാണ് കിട്ടുന്നത്. ഒരു ബോട്ടിൽ നമ്മൾ വെറുതെ കുടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എത്ര കുടിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും മേടിക്കാൻ പോയാലും പൗണ്ടാണ് കിട്ടുന്നത്, കിലോഗ്രാമാണ് കിട്ടുന്നത്. എർത്ത് കൊയ്ക്കിന് വരെ എന്തുകൊണ്ട്? അതിന് കൊണ്ടൊരളവ്. ഈ ഭൂമിയിൽ എല്ലാത്തിനും അളവുണ്ട്. ഒരു സ്വതന്ത്രം പറയാമോ? അളവില്ലാത്തതൊന്നുണ്ടെങ്കിൽ ഉയരത്തിലെ ശക്തിയാണ്. അതിൻ്റെ അർത്ഥം എത്ര പ്രാപിക്കാവോ അത്രയും പ്രാപിച്ചോ. പാനം ചട്ടം പോലെ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അളവില്ലാതെ ലഭിക്കുന്നത് ഒരളവുമില്ല. ഞാൻ ഇതിനു മുമ്പ് വേറൊരു വിഷയം പഠിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ വിചാരങ്ങൾ, മനുഷ്യൻ്റെ വിചാരങ്ങൾ. അതിൽ ദൈവം നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന വിചാരങ്ങൾ എന്ന് 40-ാം അധ്യായത്തിൽ സങ്കീർത്തനം 40 അവൻ്റെ വിചാരങ്ങൾ നമ്മെക്കുറിച്ചുള്ളത് അളവ് കൂടാതെയാ. അങ്ങനല്ലയോ? എണ്ണിക്കൂടാതെയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അളവ് കൂടാതെയും ദൈവത്തിൻ്റെ വിചാരങ്ങൾ എണ്ണിക്കൂടാതെയും. സ്വതന്ത്രം. ഞാൻ അന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഈ ഭൂമിയിലെ ഏറ്റവും ധനികനായ വ്യക്തിയുടെ പേര് എനിക്കറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അറിയാമായിരിക്കും. എന്തോ അതല്ല വിഷയം. ഇതെങ്ങനെയാ ഒന്നാമൻ പുള്ളിയാണെന്ന് മനസ്സിലായത്? എണ്ണുക. അവരെങ്ങനെയെങ്കിലുമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഇദ്ദേഹത്തിനാണ്. ഇവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെ വിചാരങ്ങളെ എണ്ണിക്കൂടാതെ വണ്ണമാണ്. പ്രൈസ് ദി ലോർഡ്. അത് പലപ്പോഴും നമ്മൾ മെറ്റീരിയൽ തിങ്സിനോട് ചേർന്ന് പറയാറുണ്ട്. ഒരു നല്ല ജോലി കിട്ടിയാൽ ദൈവത്തിൻ്റെ വിചാരങ്ങൾ, ഒരു നല്ല ഭവനം കിട്ടിയാൽ ദൈവത്തിൻ്റെ വിചാരങ്ങൾ, എന്നേക്കാൾ കൂടുതൽ എനിക്ക് വേണ്ടി ദൈവം വിചാരിക്കുന്നു. ഇതൊക്കെ നല്ല കാര്യമാണ്, ഒരു തെറ്റുമില്ല. പക്ഷേ തിരുവചനം പറയുന്ന ആ വിചാരം അതല്ല, നിത്യതയുള്ള ബന്ധത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ നമ്മെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന വിചാരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതിന് ദൈവത്തിന് നമ്മെക്കുറിച്ച് നമുക്ക് വേണ്ടിയുള്ള വഴികൾ, എത്രയോ വഴികളുണ്ട് ഭൂമിയിൽ. അതല്ലല്ലോ വിഷയം. നിത്യത, റീച്ചിങ് ദ ഓർഡൈൻഡ് ഡെസ്റ്റിനേഷൻ. ദൈവം നമുക്ക് വേണ്ടി ഓർഡൈൻ ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്ന അവിടം വരെ കൊണ്ടെത്തിക്കുവാനുള്ള വിചാരം അവന്. അതുകൊണ്ട് ആ സമയങ്ങളിൽ ആലോചന പറഞ്ഞത് അതിലേ പോകരുത്, ഇതിലേ പോകരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് നോക്കരുത്, ഇത് ചെയ്യരുത്, ഇതിലേ പോകുക എന്ന് പറഞ്ഞ് നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. സ്തോത്രം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിട്ടെ. അത്യന്ത ശക്തി, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പതാണ് വിഷയം. മോനെ ഇത് മാറ്റിയാൽ ഇനി വേണ്ട, കുഴപ്പമില്ല.
ഈ ശക്തി എന്ന് പറയുന്ന പഴയ നിയമത്തിലുമുണ്ട്, പുതു നിയമത്തിലുമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒന്ന് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുള്ളൂ. പഴയ നിയമത്തിൽ ഭക്തന്മാരെ കുറഞ്ഞ പക്ഷം 16 ലീഡേഴ്സിൻ്റെ മേലിൽ ശക്തി വന്നു. പുതു നിയമത്തിലെ ബന്ധുക്കോസ്നാളില്ല തുടങ്ങിയതൊന്നും വിചാരിക്കുന്നതാരും. പഴയ നിയമത്തിൽ ഏകദേശം കുറഞ്ഞത് എണ്ണിയെടുത്താൽ 16 കുറഞ്ഞതുണ്ട്, അതിൽ കൂടുതലുണ്ട്. അവരുടെ മേലെ ശക്തി വന്നു. അതിൻ്റെ ലിസ്റ്റ് ഞാൻ പറയാം. 1 ജോസഫ്, മോസസ്, ജോഷുവ, ഒത്നിയേൽ, ഗിദയോൻ, യിഫ്താഹ്, സാംസൺ, സാമുവേൽ, ഡേവിഡ്, എലൈജ, എലിഷ, അസരിയ, സെക്കരിയ, ഇസക്കിയേൽ, ദാനിയേൽ, മീഖ. 16 കേട്ടോ. ഇതിലും കൂടുതലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇത്രയൊക്കെ കിട്ടിയുള്ളൂ. ഇവരിലൊക്കെ എന്ത് ചെയ്തു? ആത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വന്നു. എന്തിനാ പറയാമെന്നറിയാമോ? അന്യഭാഷ പറയാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി തികയ്ക്കുവാൻ. അന്യഭാഷ പറയുന്നത് ഞാൻ പഠിപ്പിക്കുന്ന ഉദ്ദേശിച്ചല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ഭാഷ പറഞ്ഞ് അന്യഭാഷ പറയാൻ വേണ്ടി അല്ല. അങ്ങനെ പഴയ നിയമത്തിലായി ബന്ധിക്കുന്നത്. ഞാൻ പറയട്ടെ, ഒരു ദേവദാസന്റെ മേൽ ആത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ ഒരു പച്ച കഴുതയുടെ താടി എല്ലുണ്ട്. ഈ എല്ലിന് എന്തോ ബലമാണ്? ഒരു ബലവുമില്ല, ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ എല്ലിൻ്റെ പ്രത്യേകത, അതിൽ വ്യാപരിച്ച ശക്തിയുടെ പ്രത്യേകത. ഒരു സ്തോത്രം പറയാമോ? സ്തോത്രം. ഗോലിയാത്തിന് മുമ്പിൽ ദാവീദ് സൗല് പറഞ്ഞു, നീ ഇത്രയൊക്കെ സാക്ഷ്യം പറയുവാണ്, എൻ്റെ ഇതെല്ലാം എടുത്തോണ്ട് ഒന്ന് പോ. അവൻ അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ആണോ അല്ലയോ? ആണെന്നേ. ഏത് സമയം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഈ ഫിലിപ്പ് ലേഖനം 6 അധ്യായം പോർക്കളത്തിലാണ്. നമ്മൾ പോർക്കളത്തിലാണ്. എന്തു വേണം? കൈ കെട്ടുന്ന പോർക്കളത്തിൽ തോറ്റുപോകും. അതിന് സർവായുധ വർഗം ധരിക്കണം. ആയുധം എപ്പോഴും വേണം. മറ്റുള്ളവരുടെ ആയുധവും നമുക്ക് ഫലിക്കത്തില്ല, നാം ചെയ്താലും ഫലിക്കത്തില്ല. കേട്ടോ? മനസ്സിലായില്ല? അതുകൊണ്ടാണ് സ്തോത്രം കുറഞ്ഞു പോയത്. മറ്റുള്ളവരുടെ ആയുധം നമുക്ക് ഫലിക്കത്തില്ല, നാം അവരുടെ എടുത്താലും ഫലിക്കത്തില്ല. അങ്ങനല്ലയോ? ഈ അഭിഷേകം നഷ്ടപ്പെട്ടവർക്കിൻ്റെ ആയുധം എന്തിനാ നമുക്ക്? 1. 2, ഞാൻ അതിന് പ്രിപ്പയർഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്തുവാ? എന്നെ ആക്കിയ സ്ഥാനത്തെ എൻ്റെ കയ്യിൽ ഒരു കവണയുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞതൊക്കെ? അതാമേ, നീ എവിടെയും വിളിക്കാൻ കാരണം അവനെ ആക്കിയിടത്താ. രാജാവായിട്ടല്ല ദാവീദിനെ ആക്കിയത്, ഇടയനായിട്ടാക്കിയത്. ദൈവം നടത്തുന്ന വഴികൾക്കായി സ്തോത്രം. ആരും പെട്ടെന്നൊന്നും സ്റ്റേജേ വരത്തില്ല കേട്ടോ. ദൈവം കൊണ്ടുവന്ന വഴികൾക്കായി സ്തോത്രം. ഇടയച്ചെറുക്കൻ അവനെ ആക്കിയ സ്ഥാനത്ത് വീട്ടിലാര് വരുന്നു, അമ്മാച്ചൻ വരുന്നോ, കോഴിയെ കണ്ടിക്കുന്നോ ഒന്നും അവന് വിഷയമല്ല. നമ്മളാണ് എന്നാലും ആ കാട്ടിൽ തന്നെ ഒരു യൂണിയൻ കൂടും, എന്നിട്ട് ഫോൺ ചെയ്യും, എന്നാലും ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞാൻ കംപ്ലൈൻറ്റ് ഇല്ലെന്ന് പറയാൻ കാരണം എന്നറിയാമോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു. വീട്ടിലൊരാൾ വന്നപ്പോൾ വിളിച്ചു, അവിടെ നിന്ന് ശിശുവിന് നിങ്ങൾക്ക് അറിയാമല്ലോ. 7 പേരും അൺഫിറ്റ് ആക്കിയപ്പോൾ 8-ാമനെ അവിടെ മുമ്പ് വെച്ച് അഭിഷേകം ചെയ്തു. അടുത്ത ദൂത് തിരിച്ചു പോയിക്കും. എങ്ങോട്ട്? നമ്മൾ പോകുമോ? ഇവരെല്ലാം അൺഫിറ്റ് ആക്കിയിട്ട് എന്നെ ഇവിടെ നിങ്ങളുടെയൊക്കെ രാജാവായിട്ട് ഇനി ഞാൻ ആടുകളെ കൊണ്ട് പോകും. നമുക്ക് അങ്ങനെയൊക്കെ ചില ഐഡിയാസ് ഉണ്ട് കയ്യിൽ. ചിലർക്ക് ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അവർ തന്നെ അങ്ങ് ബോസാ. സ്വതന്ത്രം പറയാം. അവനത് ദൈവം നോക്കുന്നതേ 1, ഈ ഭൂമിയിലും നാം ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കും ദൈവം നോക്കും. അപ്പം എന്തു പറഞ്ഞാലും ആദ്യം പോകാൻ പറഞ്ഞു പോയി, വരാൻ പറഞ്ഞു വന്നു, പിന്നെ പോകാൻ പറഞ്ഞു പോയി, പിന്നെ വരാൻ പറഞ്ഞു വന്നു. അടുത്തത് യുദ്ധക്കളത്തിലെ സഹോദരന്മാരുടെ അങ്ങോട്ടും പോയി. ഇതാരായി പോകുന്നത്?
ഇവരുടെ മുമ്പ് വെച്ച് ആ രാജാവായി അഭിഷേകം ചെയ്തവൻ. അപ്പൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നവനെ ആ ദൈവത്തിന് വേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? പക്ഷെ ഒരു കാര്യം, എവിടെ പോയാലും ഈ ആയുധം കയ്യിലുണ്ട്. എന്താ ആയുധം? ഒന്ന് കവണ, രണ്ട് കല്ല്. അതൊന്നും കല്ല്. ഈ കല്ല് കല്ലെന്ന് പറഞ്ഞാൽ സാധാരണ കല്ലല്ല, മിനുസമുള്ളത്. ഈ സാധാരണ കല്ലിന് പരുപരിപ്പ് കൂടുതലാണ്. ചിലരെ കണ്ടാൽ വർത്താനം കേട്ടാൽ തന്നെ പരുപരിപ്പാണ്. ചിലരോടൊന്നും ഫോൺ ചെയ്യാൻ പോലും താല്പര്യമില്ല. പ്രതിക്കൊക്കെ ആദ്യം പറയണേ ഹല്ലേലൂയ. എന്തോ ഒരു പരുപരിപ്പാ, ഇല്ല വെച്ചാ. എന്താ കാര്യം എന്നറിയാമോ? ആത്മാവാ നദി മേളിൽ കൂടെ ഒഴുകുന്നില്ല. അതാ കാര്യം. വിശ്വാസിയല്ല, പെന്തക്കോസ്തല്ല, സഭയിൽ വരുന്നില്ല, സ്വർഗത്തിൽ പോകുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. ആത്മനദിയിലേക്ക്, പരിശുദ്ധാത്മാവ് വെള്ളവും നദിയാണെന്ന് ഞാൻ പറയല്ല കേട്ടോ. എന്നാൽ അത് ആലങ്കാരികമായി പറയുമ്പോൾ അതിൻ്റെ അക്രിയ മനസ്സിലാക്കണം. പരുപരുത്തതിന് മേളിൽ കൂടെ വെള്ളം ഒഴുകുമ്പോൾ അത് മിനുസമായി തീരും. എല്ലാ കല്ലും എറിയാൻ കൊള്ളത്തില്ല. എല്ലാ കല്ലിനെയും ഉപയോഗിക്കരുത്. എല്ലാം കല്ലിനെ ഉപയോഗിച്ചാൽ എന്തു ചെയ്യും? ഒരു കല്ല് വെട്ടിയതാ ചെവിക്കൊണ്ട്, അറിയാമല്ലോ. ദൈവ കർത്താവ് അവിടെ ഇല്ലാതെങ്കിൽ ആദ്യം പുള്ളി ജയിലിൽ കൊണ്ടുപോയി. മനസ്സിലായോ? ഉന്നം തെറ്റിപ്പോകും. ഗോലിയാത്ത് ഇവൻ്റെ കഥ കഴിക്കും. അതുകൊണ്ട് ആദ്യം മിനുസം വരുത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്താൽ മതി? എറിഞ്ഞാൽ മതി. ആ കല്ലിന് എന്താ പ്രത്യേകത? ഒന്നും വരുന്നത് കല്ല് കല്ല. അന്നും ഇന്നും കല്ല് കല്ല. അതിൽ വ്യാപരിച്ച ദൈവശക്തി. കല്ലിന് പല ശക്തിയുണ്ടോ? ഇനി രണ്ടാമത് ദൈവശക്തിയാണോ തെളിവെന്നുവാ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വന്ന് വീണ് കൊണ്ടതെവിടാ? ഇതിൻ്റെ ശക്തി കൊണ്ടാ. അയ്യോ, ഇത് ഇത്രയും പൊട്ടിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ശക്തി കൊണ്ടാ. നിങ്ങളൊക്കെ ഇച്ചിടൊക്കെ ലൂജായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതിൻ്റെ ശക്തി കൊണ്ട് വീണായിരുന്നെങ്കിൽ എങ്ങോട്ടാ ചന്ദ്രപ്രഭ വീണേണ്ടത്? വീണത് എങ്ങനാ? ചിലപ്പോൾ കൗണ് വീണാൻ കുഴപ്പമില്ല, പുറകോട്ട് വീണാൻ കുഴപ്പമില്ല, വീണല്ലോ എന്നാണ്. നോക്കട്ടെ, അത് ഞാൻ പിന്നീട് പറയാം. എങ്ങോട്ട്? അപ്പം ഞാൻ ഇത് ഗോലിയാത്ത് ദാവീദിൻ്റെ കല്ലിൽ കാര്യം പറഞ്ഞു കേട്ടോ. വീണത് പുറകോട്ടാ. മുമ്പോട്ടാ. ഇതിൻ്റെ ശക്തി വീണെങ്കിൽ പുറകോട്ടല്ലേ വീഴേണ്ടത്? ഉദാഹരണം ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ട് ഈ ഇൻസ്പെക്ടർമാരുടെ കൂടെ നാട്ടിലൊക്കെ ഏട് പോവും. ഏട് അറിയാമോ? ഇതൊക്കെ അതിന് ഏടെന്നാണ് വിളിക്കുന്നത്. ഇൻസ്പെക്ടർ ഇങ്ങനെ നിന്ന് ചോദിക്കും, എടാ നീ എന്ത് കൊടുത്താ കള്ളം എടുത്ത്, നീ എന്ത് പറയാൻ എടുത്തെന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അവിടെ നിന്ന് ഏടൊറ്റ അടിയടിക്കുമ്പോട്ട് ഇവൻ ശരിക്ക് കാര്യം പറയാതിരിക്കുമ്പോൾ ആരാ ഇവനെ പൂശുന്നത്? ഒറ്റ അടിയെ വിട്ട് പിന്നെ ഉള്ള കാര്യം തുറന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഇവൻ്റെ കല്ലിൻ്റെ ശക്തിയല്ല, ഏടടിച്ചിട്ടതാ. പറഞ്ഞ മനസ്സിലായി? ഇത്രയേ ഉള്ളൂ തോന്നുന്നു. ഈ കല്ലിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. മോശ വടി നീട്ട് ഈ ഉണക്ക വടിയിൽ എന്തോ ആയിരിക്കുന്നത്, പക്ഷെ അത് ദൈവത്തിൻ്റെ വടിയാ. പ്രൈസ് ദി ലോർഡ്. ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ ഉപയോഗിക്കുന്ന രഹസ്യം മനസ്സിലാക്കണം. വടി നീട്ട്, കയ്യിലുള്ള വടി നീട്ട്. ഉണക്ക വടികളിൽ പ്രത്യേകതയൊന്നുമില്ല, അതിൽ വ്യാപരിച്ച ദൈവശക്തിയാണ്. അങ്ങനെയെങ്കിൽ ഒരു പച്ച താടിയല്ലിൽ വ്യാപരിച്ച ദൈവശക്തി കൊണ്ട് കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്ന് എന്ന് കൂട്ടാമെങ്കിൽ, ഒരു കല്ലുകൊണ്ട് മല്ലനായ ഗോലിയാത്തിനെ താഴെ വീഴിക്കാമെങ്കിൽ, ഒരു വടി കൊണ്ട് ചെങ്കടൽ വിഭജിക്കാമെങ്കിൽ, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട്
ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവര് വ്യാപരിക്കുന്ന ദൈവശക്തി. അതാരെന്നറിയാമോ? കല്ലല്ല, എല്ലല്ല, പിന്നെ വടിയല്ല, പരിശുദ്ധാത്മാവ് നമ്മളാന്നേ. മനസ്സിലായില്ല? വിശ്വസിക്കുന്നവരിൽ, വിശ്വസിക്കുന്നവരാൽ. എല്ലിലോ കല്ലിലോ വടിയിലോ വ്യാപരിച്ച നമ്മിൽ വ്യാപരിക്കുമ്പോൾ, അതാണ് എൻ്റെ വിഷയം. അത് നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മിൽ കൂടെ ഈ ലോകം കാണാത്തതിനപ്പുറം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതാണ് ആ ശക്തി. ദൈവശക്തി വ്യാപരിച്ചപ്പോഴാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു 3-ാം ദിവസം ഉയർത്തു വന്നത്. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇത് പൊതുനിയമത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആത്മാവിൻ്റെ പ്രവർത്തനം തൊട്ട് പറഞ്ഞിട്ട് ഇന്ന് ക്ലോസ് ചെയ്യാം. 1:1 എന്തായിരുന്നു? ഭൂമി ആദിയിൽ ദൈവം മനോഹരമായി സൃഷ്ടിച്ചു. ദൈവം മനോഹരമാക്കുന്നതിനെ പാഴാക്കുന്ന മേപ്പടിയാൻ്റെ ജോലി. ഒന്നിയിൽ അതിനെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പാഴാക്കുക, ശൂന്യമാക്കുക, താഴത്തിലേക്ക് താഴ്ത്തുക, അന്ധകാരം മൂടുക. ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. ആരായി ശിശു? പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ, 5 ഗ്രന്ഥം എഴുതേണ്ടവൻ, ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പുകാരൻ, അവരെ കനാനിലേക്ക് നയിക്കേണ്ടവൻ. ഇവന്റെ മേലെ പൈശാചിക ദൃഷ്ടി. സ്വതന്ത്രം. അവൻ ജനിച്ചപ്പോഴേ അവന്റെ സൗന്ദര്യം, ഞാൻ വിചാരിക്കുന്നില്ല ബ്യൂട്ടി അങ്ങനൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവന്റെ മേലുള്ള ദൈവ കൃപയുടെ സൗന്ദര്യം അമ്മയപ്പന്മാർ കണ്ടു. നമ്മുടെ മക്കൾ അങ്ങ് നമ്മൾ കാണണം. ദൈവം സാധിപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ. അവർ ഈ ഭൂമിയിലായി ജീവിക്കുന്നത് പെട്ടെന്ന് തന്നെ മറുപടി കിട്ടുന്ന വരത്തില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥന മറുപടി ദൈവം തരാതിരിക്കയില്ല. മുൻപോട്ട് പോട്ടെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. പാഴായതിനെ, ശൂന്യമായതിനെ പണിയുവാൻ ഈ ശക്തിക്ക് കഴിയുമെന്നേ വിശ്വസിക്കുന്നു. ആ ശക്തി എവിടെ വ്യാപരിക്കുന്നത്? നമ്മിൽ വ്യാപരിക്കുന്നു. 2, താഴ്ന്നു പോയതിനെ, അതിൻ്റെ അർത്ഥം എന്തുവാ? ഇനിയും ഇവിടുന്ന് പൊങ്ങി വരത്തില്ലെന്ന് വിധി എഴുതുന്നതിനെ പൊക്കിക്കൊണ്ടുവിടാൻ ഈ ശക്തിക്ക് കഴിയും. ഏത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക്. പിതാവായ ദൈവം പുത്രൻ പരിശുദ്ധാത്മാവിനെ കൊച്ചായിട്ട് കാണരുത്. മൂവരിലും വ്യാപരിക്കുന്ന ഒരേ ആത്മാവാ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ആഴെങ്കിൽ ഇറങ്ങിയതിനെ പൊക്കിക്കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഇരുളു വ്യാപരിച്ചതിന് മീതെ വെളിച്ചം പകരുവാൻ കഴിയും. എന്തുവാ ഇരുള്? മുൻപോട്ട് വഴികളെല്ലാം അടഞ്ഞു. എന്ത് ചെയ്യുമെന്നറിയാത്ത സാഹചര്യം, ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്ന സന്ദർഭം, അതിൻ്റെ മധ്യം വ്യാപരിക്കുന്ന ഈ ആത്മാവാണ്. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? ഞാൻ മുൻപോട്ട് പോട്ടെ, പുതുനിയമത്തിലേക്ക് വരാം. ഒരു ചോദ്യമാ, ഇതെങ്ങനെ സംഭവിക്കും? നല്ല ചോദ്യമല്ലയോ ഇത്? എങ്ങനെ? എന്താണ് ചോദ്യം? കാരണം സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് എല്ലാവരും പറയും. നമ്മുടെയും ചോദ്യം പലപ്പോഴും ഇതൊക്കെയല്ലേ? അങ്ങനെയൊക്കെയാണെങ്കിലും ഇതെങ്ങനെ സംഭവിക്കും? മനസ്സിലായൊരു സ്വതന്ത്രം പറയാം. ചില വിഷയങ്ങൾ വിളിച്ചു പറയുമ്പോൾ നാളുകളായി മാസങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിടുതലെന്നറിയാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം, കർത്താവ് ഇത് എങ്ങനെ സംഭവിക്കും? അതിന് മറുപടിയാ ലൂക്കോസ് 1 കാണുന്നത്. ചോദ്യം തെറ്റല്ല, ചോദ്യം തെറ്റല്ല. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു. ദൈവത്തിനെതിരായി ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന് സാക്ഷ്യം പറയുന്ന ദൈവം തന്നെ. പക്ഷെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ
അവൻ്റെ ആ വ്യഥയുടെ സമയത്ത് അവൻ പറഞ്ഞതിനെ ദൈവം കണക്കിലെടുത്തിട്ടില്ല. ഒരു നല്ല തോന്നൽ പറയാമോ? നമ്മൾ മനുഷ്യരാണെന്നേ. വലിയ വിശ്വാസത്തിന് വേണ്ടിയും വലിയ വിഷയങ്ങൾ ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴും ഞങ്ങളും പലപ്പോഴും ചോദിക്കുന്നവരാ. ഞങ്ങൾ ആരും ഒന്നിനും അതീതരല്ല. ഇതെങ്ങനെ സംഭവിക്കും? ഇതാര് ചെയ്യും? എന്റെ ബുദ്ധിക്കോ ലോകത്തിലോ മെഡിക്കൽ സയൻസിലോ കഴിയാത്തൊരു ദൂത് വന്നാൽ വിശ്വസിക്കാമോ? അതായിരിക്കണം ദൂത്. അത് പെർഫെക്റ്റ് ആയിരിക്കും. എന്താ ദൂത്? കന്യക. ബാക്കിയെല്ലാം വിശ്വസിക്കാം, ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ നൂറ്റാണ്ടല്ല, അതൊന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പം അറിയുമാരി നോ അവന് ചിൽഡ്രൻ ചോദിക്കുന്ന സമയമാണ്. അതല്ല ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളാരും പിള്ളേർക്ക് നേഴ്സസിനൊക്കെ അറിയത്തില്ലയോ? അറിയുമാരി നോ അവന് ചിൽഡ്രൻ. അതല്ല. ഉദരം കന്യക. മറിയേ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്നു. ഇത് കേൾക്കാനുള്ള കൃപ വേണമെന്നേ. ദൈവാത്മാവിന്റെ അരുളപ്പാട് കേൾപ്പാൻ ആത്മീയ പ്രത്യേക കൃപ വേണം. കൃപയില്ലാത്തവരൊന്നും ഇത് ഏറ്റെടുക്കത്തില്ല. അതുകൊണ്ട് ആദ്യം ഒന്ന് ദൂത് പറയും, അന്യഭാഷ പറയില്ലായിരുന്നു. ആദ്യം ഒന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നീ ഗർഭം ധരിച്ച് അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. അവൻ വിശുദ്ധ പ്രജയാ. അവന്റെ രാജത്വത്തിന് അന്തമില്ല. ദൂത് വളരെ നല്ലതാ. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും? ദൂത് വളരെ നല്ലതാ. ഇതെങ്ങനെ സംഭവിക്കും? ഇങ്ങനെ ചോദിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലുണ്ടെങ്കിൽ മറുപടി താഴെയുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ. അതാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വെറുതെ വന്ന് വെറുതെ പോകരുത്. ആത്മാവിൻ്റെ സ്പർശനം അനുഭവിച്ചു വേണം പോകാൻ. ഞാനതുകൊണ്ടായി സൂമിലേക്ക് തെറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരിക്കലും അങ്ങനെ വിമർശിക്കാനായി ചിന്തിക്കരുത്. നിങ്ങൾ ആലയത്തിൽ വരുന്നതിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ അച്ചാൻ ചോദിക്കുക എങ്ങനെങ്കിലും ഒന്ന് പോയാൽ മതിയാണെന്ന് അംഗീകരിക്കുന്നത് ഈ അച്ചാനാ. എത്ര ഏറ്റവും കൂടുതൽ ദൂരത്ത് നിന്ന് വരുന്നത്? ഒന്ന് ബ്ലസ്സനാ, വരാറില്ല. രണ്ടാ ഈ അച്ചാനാ. മനസ്സിലായോ? ഏതായാലും 10-60 വയസ്സ് കാണും അല്ലയോ? ഇന്നച്ചാ കൂട്ടുന്ന കുറച്ചിരുന്നോട്ടെ. നിങ്ങളൊക്കെ പ്രായമില്ലേ? അടുത്തുള്ളവർ അച്ചാനേക്കാൾ മുമ്പ് വരുന്നുണ്ടല്ലോ. അടുത്തുള്ളവർ അച്ചാനേക്കാൾ മുമ്പ് വരുന്നുണ്ടല്ലോ. ഉണ്ടോ? മൗനം എനിക്ക് മനസ്സിലായി വരുന്നില്ലെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞേനെ. ഹല്ലേലൂയ. ഞാൻ വരുന്നുണ്ടെന്ന്. സ്വതന്ത്രം കേട്ടോണേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ ദൂത് പറയുക നിന്റെ മേൽ വരും. നീ അപ്പോൾ അന്യഭാഷ പറഞ്ഞു തുടങ്ങും. അതല്ല, നിന്റെ മേൽ അത്യുന്നതന്റെ ശക്തി നിറയും. ഇന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആത്മീയനാണെങ്കിൽ ആത്മാവിൽ നിറവ് വേണം. അതുകൊണ്ട് ആത്മീയൻ എന്ന് പേര് വരുന്നത്. ആത്മാവില പരിശുദ്ധാത്മാവൻ നിറവുണ്ടെങ്കിൽ ആത്മശക്തി വ്യാപരിക്കും. ആ ശക്തിയിൽ നിന്റെ ചോദ്യത്തിന് മറുപടിയുണ്ട്. തെളിവ് പറയാമോ? 3:20. നിങ്ങൾ ആരും പറയും ഞാൻ മാത്യം ശുശ്രൂഷ സഭയല്ലേ ഇത്? യെസ്, 3:20. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, ചോദിക്കുന്ന കാര്യം നനയ്ക്കുന്ന കാര്യം, എഫെസർ അത്യന്തം പരമായി, ബാക്കി പറയാമോ? നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. The answer of your prayer within you. അതല്ലയോ അതിൻ്റെ അർത്ഥം? നമ്മിൽ ശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി.
അതുകൊണ്ട് മെറ്റീരിയൽ വിഷയം മാത്രമാണ് ചിന്തിക്കരുത്. മേൽപോട്ട് വായിച്ചാൽ ആത്മീയ വിഷയമാണ് പറയുന്നത്. എന്തായാലും ബൈബിളിലെ വചനമാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് ചെയ്യുവാൻ കഴിവുള്ള ദൈവം. ഹിസ് നെയിം ഈസ് ഏബിൾ ഗോഡ്. കഴിവുള്ള ദൈവമെന്നാണ് അവർക്ക് മനസ്സിലായി. പിന്നീട് ആ കാര്യം ഈ പറയുന്നൊന്ന് ഉറപ്പിക്കണമല്ലോ. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആ ദൂതൊക്കെ പറയുമ്പോൾ ദൈവങ്ങളെ അതങ്ങ് ഏറ്റെടുക്കണം കേട്ടോ. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ഓ നമ്മുടെ ഹല്ലേലൂയ. അപ്പോൾ ഈ ശക്തി നോക്കണം. എല്ലിൽ മേൽ വ്യാപരിക്കുന്ന ശക്തി, കല്ലിൽ വ്യാപരിക്കുന്ന ശക്തി, വടിയിൽ വ്യാപരിച്ച ശക്തി ഒരു വ്യക്തിയിൽ വ്യാപരിച്ചപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം അവിടെ ഉളവായില്ലയോ? അതിന് ഭൂമിയിൽ ഒരു മനുഷ്യന്റെയും സഹായം വേണ്ട. ഇത്ര പവറാണോ ഈ ശക്തിക്ക്? ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കർത്താവേ, എൻ്റെ മുൻപിൽ ശൂന്യത മാത്രമാ, ഇത് നടക്കാൻ സാമ്പവികമല്ല. എന്നാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാ ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് മുമ്പോട്ടോ, അതിന് 10 മിനിറ്റ് ഉണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഉത്ഭവിപ്പിക്കുവാൻ യേശു കർത്താവ് ആത്മാവിൽ ജനിച്ചവനാ. ഒരു നല്ല സൂത്രം പറയാമോ? ഇല്ലയോ? മനുഷ്യന്റെ ഇച്ഛയല്ല, പിന്നെയോ ആത്മാവും ശക്തിയും വചനവും കൂടെ ഒന്നുചേർന്ന് ജനിച്ചവനാവൻ. നമ്മളും അങ്ങനെ തന്നെ ജനിച്ചവനാ. ആന്നോ അല്ലയോ? എന്നാ വീണ്ടും ജനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വചനം കൂടി ചേർന്ന് ദൈവശക്തിയായി നമ്മൾ വന്നപ്പോൾ ഇവനാണ് വീണ്ടെടുപ്പുകാരൻ എന്ന് മനസ്സിലായി. ലോകത്തിൽ വലിയ ജ്ഞാനികളുണ്ട്. മാർസ് വരെയും ചന്ദ്രൻ വരെയും അവർക്ക് പോലും ഈ മർമ്മം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ലോകത്തിലൊന്നും പകഴില്ലാത്ത നമുക്ക് മനസ്സിലായി. നമ്മൾ മനസ്സിലായല്ല, ആത്മാവ് മനസ്സിലാക്കി. അതിന് നമ്മൾ ഈൽഡ് ചെയ്തപ്പോൾ ആത്മാവും ശക്തിയും വചനവും ചേർന്ന് നമ്മിൽ പ്രവർത്തിച്ചു. യേശു നമ്മിൽ ഉരുവായി. ഇല്ലയോ? പൗലോസ് പറയുന്നു, നിങ്ങളിൽ യേശു ഉരുവാകുവോളം. സഭയോട് പറയുക. അപ്പൊ ഉരുവാകാത്തവരും കൊണ്ട് പറഞ്ഞു സഭയിൽ. യേശു ഉരുവായി. ആ യേശു ഉരുവായതിനെ വളർത്തുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എവിടെ വരെ വളരണം? ക്രിസ്തുവിൻ്റെ തലയോളം പ്രായപൂർത്തിയാകുന്ന ആ അനുഭവം വരെ ഈ പൈതൽ ദൈവസഭയിൽ ദൈവമാക്കിയിരിക്കാതെ വളരണം. മുൻപോട്ട് പോട്ടെ. ലൂക്കോസിലേക്ക് വരാം. ലൂക്കോസ് 4:1. അപ്പൊ യേശു ജനിച്ചത് ആത്മാവിലാ, ശക്തിയിലാ, വചനത്തിലാ. 4:1. അപ്പൊ ജനിച്ചവൻ എന്തോ വേണം? നിറഞ്ഞവനായി. അടുത്ത ലെവലായത്. ഞാൻ രക്ഷിക്കപ്പെട്ടവർ ആത്മാവ് പ്രാപിച്ച ഒരു തെറ്റുമില്ല. 100% വചനപ്രകാരം ശരിയാ. പരിശുദ്ധാത്മാവിന് സഹായം കൂടാതെ ഒരു വ്യക്തി പോലും എന്ത് ചെയ്യില്ല? രക്ഷിക്കപ്പെടുകയില്ല. പക്ഷെ അടുത്ത ലെവലാ. എന്ത് ചെയ്തു? അതേ യേശു ആത്മാവിനാൽ ജനിച്ചവൻ ആത്മാവിനാൽ നിറഞ്ഞു. അന്യഭാഷ പറയണോ? പറഞ്ഞില്ലേ? കുഴപ്പമുണ്ടോ? യേശു പറഞ്ഞില്ലല്ലോ. എന്തൊരു ചോദ്യമാണ് ഇത്! ആരുടെ ഭാഷയാണ് ഇത്? അവൻ പിന്നെ പറഞ്ഞു കേൾപ്പിക്കണോ? സ്വർഗത്തിൽ നിന്ന് വന്നവൻ്റെ സ്വർഗീയ ഭാഷ അവനോട് ചോദിക്കണോ? നീ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അവൻ വന്ന് നമ്മളോട് സംസാരിക്കാൻ വന്നതാ. അന്നത്തെ ഗ്രീക്കും ആരാമിക്കും ഒക്കെയുള്ള ഭാഷക്കാരോട് ഡയറക്റ്റ് ഇടപെടാൻ വന്നതല്ലേ. പിന്നെ സ്വർഗീയ ഭാഷ പറഞ്ഞു വന്നാൽ പിന്നെ അത് അടുക്കും ആരെങ്കിലും?
നമ്മുടെ ഉടനെയുള്ള ചോദ്യമാണ് അത് എന്തുവാ കായിൻ്റെ ഭാര്യ ആര്, ഇത് അറിഞ്ഞിട്ട് വേണം എനിക്ക് എന്നെ ഡേറ്റ് നിശ്ചയിക്കാമെന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്നു. ഇതൊക്കെ എന്താണോ ചോദ്യം? നമുക്ക് ഈ ഉള്ള കാര്യം ഉള്ളതുപോലെ എടുക്കാൻ പറ്റില്ല, ഉടനെ നമുക്ക് മറ്റിടത്തോട്ട് പോകും. അത് ഇതുമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്വന്തം പറയാം. എന്നാ സ്വന്തം നമ്മളങ്ങനെ പറയരുത്, അതിനാണ് സ്വന്തം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്തോ യേശു ആത്മാവിൻ്റെ നിറവോടെ 4:14 നിറവുള്ളവൻ്റെ മേൽ ശക്തിയുണ്ട്. നിങ്ങളത് ചേർന്ന് പഠിക്കണം. ഇന്നത്തെ പെന്തിക്കോസ് ലെവൽ ആത്മാവിന് നിറവെന്ന് പറയുന്നതുകൊണ്ട് അന്യഭാഷ ലെവലിൽ നിർത്തുക. അതല്ല, അന്യഭാഷ വേണമെന്ന് ഞാൻ ഒരിക്കലും പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. അതിൻ്റെ തെളിവ് സഹിതം ഞാൻ പഠിപ്പിക്കും, അതിനു വേണ്ടിയുള്ള ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ദിവസങ്ങളും ചെയ്യും ഈ പ്രസംഗത്തിൽ. അതല്ല എൻ്റെ വിഷയം, അവിടേക്ക് വരുന്നതേ ഉള്ളൂ. അത് പുതുനിയമത്തിൻ്റെ ഡോക്ടറിനായിട്ട് വരും. എന്നാൽ ഇവിടെ ആത്മാവിൻ്റെ നിറവിൽ എന്തുണ്ട്? ആത്മാവിന് ശക്തിയുണ്ട്. ഇതാരാ ഇതിൻ്റെ മാതൃകാപുരുഷൻ? യേശുവാ. ആത്മപൂർണ്ണനായ ആത്മാവിന്റെ നിറവിൽ വന്നവൻ, ആത്മാവിന്റെ ശക്തി. ലൂക്കോസ് 8 വരുമ്പോൾ ഒരാൾ എന്നെ തൊട്ടു, അത് ഞാൻ അറിഞ്ഞു. ഒരു സ്വതന്ത്രക്കെന്ന് പറയണേ, ഒരാൾ എന്നെ, അത് മർക്കോസാ ശരിക്കും എതിക്കുന്നത് ഒരാളെന്ന്. ഒരാൾ എന്നെ തൊട്ടു. അപ്പം ഈ തൊട്ടത് യേശുവിന് അറിയത്തില്ലേ? എങ്ങനെ അറിഞ്ഞേ? നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സമയം പോകുന്നല്ലോ. അവൾ എവിടെയാ തൊട്ടത്? കോട്ടിട്ടിരിക്കുന്ന ഡോക്ടർ സാറല്ലയോ? അതുകൊണ്ട് ആ താഴോട്ട് കിടക്കുന്ന ആ കോട്ടിൻ്റെ അറ്റത്തൊട്ട വല്ലതും അറിയൂ? ഇല്ല. അല്ല, ഇപ്പം എന്താണ് ടോം ഒന്നും തൊട്ട് നോക്കിയാൽ അറിയത്തില്ല. അല്ല, ഞാൻ പ്രാക്ടിക്കൽ കാര്യം പറയാം, ടോം വരാനോ ഒന്നുമല്ല പറയും. വേറൊരാൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരോ ഒരാൾ ഇവിടെ തൊട്ടാൽ അറിയുമോ? ഇവിടെ അല്ല തൊട്ടത്, ഇവനെയാ തൊട്ടത്. ആ തൊടലിൻ്റെ ആഴം അഭിഷേകം. ഇതാരാ തൊട്ടത്? ഞാനല്ല, 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 ഞാൻ എല്ലാം ഒഴിഞ്ഞു പോയ എന്നാ അറിയത്തില്ല, ഞാനല്ല. അപ്പോഴത്തെ പേടിയോ? ഞാനല്ല. അപ്പോൾ ഈ കൂടെ നടക്കുന്ന ഏതാണ്ട് വലിയ ആളെന്ന് പോയി നടക്കുക. പക്ഷേ കർത്താവ് ഞാൻ നിനക്ക് സ്നേഹിതരാന്നാണ് പറയുന്നത്. ഇത് വലിയ പ്രവറിൻ്റെ പഴയ നിയമത്തിൻ്റെ ഇതിലാ ആ സെറ്റപ്പ് നടക്കുന്നത്. ഞാനല്ല. അവനത് കേട്ടേ ഇല്ല. ഞാനല്ല, ഞാനല്ല, ഞാനല്ല. ഞാനൊരു കാര്യം അറിഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? പലരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എന്നെ അറിഞ്ഞ് എനിക്ക് വേണ്ടി വന്ന ഒരുവൻ ഇവിടെയുണ്ട്. ഒരു സ്തോത്രം പറയാമോ? പറഞ്ഞ് മനസ്സിലായോ? പലരും വന്നിട്ടുണ്ടെങ്കിലും കൂടെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും എന്നെ അറിഞ്ഞ് എന്നിൽ നിന്ന് ചില പ്രാപിക്കാൻ, എന്നെ തൊടുവാൻ, എന്നെ സ്പർശിക്കുവാൻ, എങ്കിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ആ വ്യക്തി ഞാനാണ്, നാമാണ്, ഞാനാണെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ ചിന്തിക്കണം. അവളെ ഇവിടെ മർക്കോസ് വിശേഷത്തിൽ എനിക്കതൊന്ന് പറഞ്ഞാൽ വിടാം. മർക്കോസ് വിശേഷത്തിൽ ഇരിക്കുന്നത് അവൾ പരവശയായൊരു സ്ത്രീയെന്ന്. പരവശ. എങ്ങനെ പരവശയായി? അങ്ങ് എന്തുവാ, റെസ്റ്റ്ലെസ് ആയി. അത് തന്നെ ഒന്ന് വായിച്ചേ. 5:25. ഏതഞ്ചാ? മർക്കോസ്. ഉള്ളതെല്ലാം പോയി. ഒരാൾ പറഞ്ഞു അവിടെ ചെയ്യാൻ, ഞാൻ ന്യൂയോർക്കിൽ ഈ പ്രാവശ്യം പോയപ്പോഴാണ്. നേരത്തെ വയ്ക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് 1 വീക്കാണ് പോകുന്നത് ശുശ്രൂഷയ്ക്ക്. അന്നേരം രാവിലെ, ഉച്ചയ്ക്ക്, ഉച്ച കഴിഞ്ഞ്, വൈകിട്ട്, രാത്രി 10 മണിക്ക് അങ്ങനെ മീറ്റിങ്ങാണ്. 1-2 ദിവസം ആകുമ്പോൾ തൊണ്ട അടയ്ക്കും. അപ്പോൾ ഓരോരുത്തർ ഓരോ സജഷനാണ്. പാസ്റ്റർ ജീരകവെള്ളം കുടിക്കുക, വേറെ ആൾ കുരുമുളക് വെള്ളം കുടിക്കുക, വേറെ ആൾ കോക്ക് കുടിക്കുക.
ഇങ്ങനെ പലത് കുടിച്ച് അവസാനം എനിക്ക് തൊണ്ടയില്ലാതായി. എല്ലാവരും ചികിത്സിക്കുക, നല്ല കാര്യമാണ്. പക്ഷേ ഈ ഉള്ളവനെ അടുത്ത സൺഡേ വരെ എത്താൻ ബുദ്ധിമുട്ടായി തീർന്നു. ഉടനെ സൺഡേ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ കോശവൈദ്യം മുമ്പ് ഇരിപ്പുണ്ട്. പുള്ളി പറയാ, ഇതൊക്കെ ഒന്ന് അഴിച്ചിട്ട് വേണം പ്രശ്നം ഞാൻ കേട്ടോ. പുള്ളിക്കറിയാമോ ഞാൻ ചികിത്സ കഴിഞ്ഞിട്ട് വരുവാന്ന്. പുള്ളി വിചാരിച്ചു എൻ്റെ ഈ തൊണ്ടയിലെ ബട്ടൺസ് ഇങ്ങനെ ടൈറ്റായി കിടക്കുന്നതുകൊണ്ടാണ് ഈ ശബ്ദമില്ലാത്തതെന്നാണ് പുള്ളി വിചാരിച്ചു. പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് അഴിച്ചിടണം കൊടുത്താൽ ഞാൻ പറഞ്ഞു അതൊന്നും വല്ല കാര്യം, ഒരാഴ്ച ചികിത്സ കഴിഞ്ഞിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു പറയാം. എല്ലാവരും ആലും ഉള്ളതെല്ലാം ഇപ്പം വന്ന് ഇപ്പം എന്തില്ല, ഒന്നുമില്ല. പോക്കറ്റും കാലിയായി, ബാങ്കും കാലിയായി. പിന്നെ ബാക്കിയോട് പറഞ്ഞേ, ഇതൊരു രോഗമാണോ? ഹലോ ഭാഷ എന്താ പറഞ്ഞു വരുന്നേ? അതല്ലെന്നുള്ള അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊരു ബാധയാണ്. എല്ലാം രോഗമല്ല, ചിലതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും മനസ്സിലാവും. പാസ്റ്റർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. വറുത്തുപോക്കുള്ള ഉണ്ടെന്ന് ഞാൻ പറയുന്ന ഭാഷയല്ല. പേടിപ്പിച്ച് 3 ദിവസം ഉപവസിക്കണം, അല്ലെങ്കിൽ 7, അതൊന്നും ബൈബിളിൻ്റെ അവസാനത്തിലല്ല. അത് 4 കുഴപ്പമെന്തോ, 2 കുഴപ്പമെന്തോ? ഒരു സ്തോത്രം പറയാം. ആരും മിണ്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞു വന്നു, എനിക്കെന്താ കുഴപ്പം? ഞാൻ ഉള്ള കാര്യം പറയണ്ട. ദൈവത്തിന് സമയം വേർതിട്ടിരിക്കണം. അത് ഒരു നേരമാണെങ്കിൽ ഇരിക്കുന്നതായിരിക്കണം. ഒന്നും പറയാമോ? അടുത്തത് എവിടെ വരാം? ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൾ കേട്ടു, അവൾ പറഞ്ഞു, അവൾ തൊട്ടു, അവൾ അറിഞ്ഞു. 4 കാര്യമാണ്. അവൾ കേട്ടു, അവൾ തൊട്ടു, അവൾ പറഞ്ഞു, അവൾ അറിഞ്ഞു. കേട്ടതെന്തുവാ? യേശു വരുന്നു. പിന്നെന്തുവാ? അവൾ തൊട്ടതാരെയാ? അല്ല, പറഞ്ഞതെന്തുവാ? പറഞ്ഞത് സൗഖ്യം വരുമെന്ന് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇല്ല. അവരോട് ഞാൻ പറയുന്നത്, അതുകൊണ്ട് അതെടുത്ത് പറഞ്ഞു കേട്ടോ. എന്നാൽ ഒന്ന് വായിച്ച മർക്കോസ് 28 വായിച്ച 5:28. സൗഖ്യം വരുമെന്നാണോ? ഞാൻ രക്ഷപ്പെടും. പറയേണ്ടത് സൗഖ്യം വരുമെന്നല്ലേ? എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ രക്ഷപ്പെടും. നിങ്ങൾക്ക് മനസ്സിലായില്ല? ദൈവമക്കളെ, അവൻ ആത്മീയത്തിനും ഭൗതികത്തിനും ശാരീരികത്തിനും നല്ലവനാണ്. ഞാൻ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന ഒരു പാസ്റ്റർ അല്ല, പക്ഷേ നിന്റെ ഭൗതിക ആവശ്യവും ദൈവം തരുമെന്നാ. അറിയത്തില്ലയോ? തരും. ഈ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്താണ് ഭിക്ഷയായുസ് നടക്കുന്നു പറയും, ദൈവം അനുവദിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? അത് ചില ദേവദാസന്മാർ അറിഞ്ഞത് കൊള്ളായിരുന്നു. നമ്മുടെ ആശാരിപദേശമല്ല, ഈ മറ്റേ പുള്ളി ഉണ്ടല്ലോ, ലാസർ. ന്യൂയോർക്കിൽ തെണ്ടി പിന്നെ ഗുഡാർസ് വന്ന് പിന്നെയും തെണ്ടി ഹ്യൂഷൻ, അങ്ങനെ തെണ്ടുന്ന ദേവദാസന്മാരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്, അല്ലാതെ ശുശ്രൂഷ ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കി കാണുമല്ലോ. ദൈവമാണെന്നതിൻ്റെ ആവശ്യം പറയുന്നതിൻ്റെ ഭൗതികവും ദൈവം അറിയുന്നു. എനിക്കുള്ളതെല്ലാം പോയി, പക്ഷെ ഇവൻ്റെ അടുക്ക് ചെന്നാൽ ആ വിഷയത്തിൽ ഞാൻ രക്ഷപ്പെടും. എൻ്റെ ശരീരത്തിൽ രക്തം മുഴുവനും വാർന്നുപോയി. 12 വർഷമായി. ഇവന്റെ അടുക്കൽ പോയാൽ ഈ ശരീരത്തിന്റെ അവസ്ഥയിൽ രക്ഷപ്പെടും. സമൂഹത്തിൽ എനിക്ക് സ്ഥാനമില്ല. യഹൂദന്റെ നിയമപ്രകാരം തൊടാൻ അനുവാദമില്ല. അവൻ വെളിയിൽ ഇറങ്ങി നടക്കാൻ നിയമം അനുസരിക്കുന്നില്ല. ഉള്ള അസുഖം നിന്ദിതനാ. ഇവന്റെ അടുക്കൽ പോയാൽ ആ വിഷയത്തിൽ ഞാൻ രക്ഷപ്പെടും. വിശ്വസിക്കാമോ? അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ഏത് വിഷയമാണെങ്കിലും
അത് രോഗസൗഖ്യം മാത്രമല്ല, ആത്മീയം, ഭൗതികം, ശാരീരികം. ഭൗതികത്തെക്കുറിച്ച് അവൻ കൺസേൺ ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇങ്ങനെ വെറുതെ വിടരുത്, വഴിയിൽ വെച്ച് തളർന്നു പോകുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ബിഷപ്പ് വീട്ടിൽ അരിയുണ്ടോ ഇല്ലയോ എന്ന് അറിയാവുന്നത് നമുക്കല്ല, അവനാ. വാലറ്റിൽ എന്തുണ്ടെന്ന് അറിയാവുന്ന അവനാന്ന് വിശ്വസിക്കാമോ? ഭൗതികം, ശാരീരികം, മാനസികമായ വിഷയത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. അതാ അവൾ പറഞ്ഞത്. ഞാൻ വാക്കുകൾ വസ്ത്രം തൊട്ടു, ബാധ മാറി, യേശുവും അറിഞ്ഞു. അങ്ങനെ ആയിരിക്കുന്നല്ലയോ? യേശുവും ആരെ അറിഞ്ഞു? വെറുതെ കൂടെ നടക്കുന്നവരെയല്ല, ആവശ്യമായി വന്നവളെ. കൂടെ നടക്കുന്ന അച്ചായന്മാരെയല്ല, ആഴങ്ങളിലേക്ക് ഇറങ്ങി സ്പർശിച്ചവനെ, അവളെ. സ്വന്തം പറയാമോ? ഹല്ലേലൂയ. ഈ ആത്മശക്തി അവനിൽ വ്യാപരിച്ചെങ്കിൽ, പൗലോസ് പറയുക, യഹൂദന്മാർ ഒന്നു ചേർന്ന്, റോമാ ഗവൺമെന്റ് ഒന്നു ചേർന്ന്, ബെയൽസെബൂൽ ഒന്നു ചേർന്ന്, മൂവരും കൂടി യോജന ഉണ്ടാക്കി യേശുവിനെ ക്രൂശിച്ചു. ആരെ ക്രൂശിച്ചു? ക്രൂശിച്ച് അടക്കിയിട്ട് സ്വസ്ഥതയില്ല. അതാ ഈ പരവശരായെന്ന് പറഞ്ഞു. അടക്കിയിട്ട് സ്വസ്ഥതയില്ല. ആ പുള്ളി ഉണ്ടല്ലോ, ജീവിച്ചിരുന്നവൻ പറഞ്ഞു അത് നടക്കാൻ പോകുന്നില്ല, പക്ഷേ അത് നടന്നെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ അവനെ എടുത്തുകൊണ്ട് പോവും. ഇന്ന് മരിച്ചവനെ എവിടെയും കൊണ്ടുപോകണമെന്ന് വിചാരിക്കും, അതുമില്ല. നമ്മൾ ആരെങ്കിലും പുറകെ പോവും. അതുകൊണ്ട് ഒന്ന്, വലിയ സാധാരണ കല്ല് വെക്കരുത്, അവരെ അതുരുട്ടി മാറ്റിയെങ്കിലും. അപ്പം അവരെ കൊണ്ട് പോലും കഴിയാത്ത കല്ല് വെക്കണം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം, അത് അല്ലയോ? അപ്പം അവരുടെ ആ കമ്മിറ്റി, അവരുടെ ആ കണക്കൂട്ടിൽ, അവരുടെ ആലോചന ഒന്ന്, വലിയ കല്ല് വെക്കണം. രണ്ട്, റോമ ഗവൺമെന്റിന്റെ മുദ്ര വെക്കണം. മൂന്ന്, പട്ടാളക്കാരെ ഹാപ്പ നിർത്തരുത്, നല്ല കായിക ബലമുള്ള പട്ടാളക്കാരെ നിർത്തണം. എന്നാൽ അവർക്കറിയത്തില്ല എന്നൊരു മൂന്നാം ദിവസമുണ്ടെന്ന്. ഓ, വ്യാപരിക്കുന്ന ദൈവശക്തി. കഴിഞ്ഞ രാത്രി നാം കേട്ടുള്ള വചനം, പൈശാചികന്റെ ശക്തിയും വ്യാപരിക്കുന്നതാകട്ടോ. അതിന് ഇത്രയും കരുത്തില്ല. ചിലരെയൊക്കെ അബലപ്പെടുത്തുവാനേ കഴിയത്തുള്ളൂ. അതുമാറിയ സ്ഥിരതയില്ലാത്തവരെ, എങ്ങോട്ട് വീഴാനും സാധ്യതയുള്ളതിൻ്റെ പുറകെ കൂടുക അവൻ, അല്ലയോ? യൂത്തിക്കോസ് വീഴാൻ ഒറ്റ പ്രാവശ്യം അവൻ്റെ പേര് എഴുതിയിട്ടുള്ളൂ. കയ്യാലപ്പുറത്തിരിക്കുന്ന പോലെ അവൻ ഇരുന്നത്, ശരിയല്ലയോ? കിളിവാതിലിട്ടിരുന്നല്ലേ വായിക്കുന്നേ. അപ്പൊ വെളിയിലത്തെ കാണണം. പൗലോസ് സ്വത്രം പറയുമ്പോൾ സ്വത്രം പറയണം, അല്ലാത്തപ്പോൾ ആരാ പോകുന്നത്? പറയുന്നതാരും ഞാൻ പറഞ്ഞില്ല, ഈ ഭക്തി ഇവിടുത്തെ എല്ലാം അറിയാം. സ്വത്രം അങ്ങനെയുള്ളവരുടെ പുറകെ ആര് കൂടും? ഒരു ആടി ഉലയുന്നവര്, അവരിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി, അതിനൊരു വ്യാപാരമാണ്. പക്ഷെ ഈ വ്യാപാരം ഉണ്ടല്ലോ, യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന വ്യാപാര ശക്തിയാണ്. ഓ, ഇത്രയേ ഉള്ളോ ഈ നല്ല കാര്യം പറഞ്ഞിട്ട്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ വ്യാപാര ശക്തി വന്നപ്പോൾ ലോകം എടുത്തു വച്ച വലിയ കല്ല് ഉരുണ്ടു മാറി. റോമ ഗവൺമെന്റ് സീല് തന്നെ പൊട്ടി. പട്ടാളക്കാർ ഭ്രമിച്ചു പോയി, ഓടി രക്ഷപ്പെട്ടു.
ഈ ശക്തിയാ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി. ആത്മാവിനെ നിറവെന്ന് പറഞ്ഞാൽ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിഷയം. ഒരു സ്വതന്ത്രം പറയാമോ? ആത്മാവിന്റെ പ്രവൃത്തി ജനം മനസ്സിലാക്കണം. ദൈവസഭയിൽ വചനത്തിന്റെ വെളിപ്പാടുകൾ പഠിപ്പിക്കാൻ ഇനി പെട്ടെന്ന് ഒരാൾ പറഞ്ഞു നമുക്ക് ആരാധിക്കാൻ പോവാ. അപ്പോസ്തല പ്രവൃത്തി ഇറങ്ങി വന്നു. പഴയ നിയമത്തിൽ 16 ലീഡേഴ്സിന്റെ കാര്യം പറഞ്ഞു, യേശുവിന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം പ്രാക്ടിക്കൽ ലൈഫ് കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് സഭയിലേക്ക് വന്നു. എങ്ങനെ വന്നു? ശക്തിയോടെ വന്നു. ഇരുന്ന സ്ഥലം കുലുങ്ങി. അത് വന്ന ഓരോരുത്തൻ്റെ മേലും പതിഞ്ഞു. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? എവിടെല്ലാം പതിഞ്ഞു? എല്ലാവരുടെ മേലും പതിഞ്ഞു. ഇന്ന് ഈ സോക്കോൾഡ് അഭിഷക്തന്മാർ ശക്തി വ്യാപരിക്കുന്നുവെന്ന് പറയുമ്പോൾ രണ്ടുപേര് നടുക്ക് നിൽക്കുന്ന രണ്ടുപേർ ചേർന്ന് മൂന്നാമതൊരുവനെ നടുക്ക് കൊണ്ടുവരുമ്പോൾ ആ മൂന്നാമത്തെ മാത്രം, ആ നടുക്ക് നിൽക്കുന്ന മാത്രം പുള്ളി മാത്രമേ വീഴ്ത്തു, മറ്റൊരു വീഴത്തില്ല. അതെന്തോ ശക്തിയാ. ആരും മിണ്ടുന്നില്ലല്ലോ. ഇത് ഞാനല്ലേ പിന്നെ ആരായി പറഞ്ഞു തരേണ്ടത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പൊതുവിൽ ഉള്ള മീറ്റിങ്ങിൽ പോകുന്നതിന് വിരോധമുള്ള വ്യക്തിയല്ല ഞാൻ. ദൈവമക്കൾ നമ്മൾ മാത്രമല്ല. ഏലിയാട് പറഞ്ഞ വേറെ 7000 ഉണ്ടെന്ന് പറഞ്ഞ പോലെ ദൈവമക്കൾ നമ്മൾ മാത്രമൊന്നുമല്ല. എന്നാൽ ഉപദേശ ഐക്യത ഉണ്ടായിരിക്കണം. അതുകൊണ്ടൊക്കെയാ പല മീറ്റിങ്ങുകൾക്കും പോകാത്തത്. സ്റ്റേജ് തകർക്കാൻ പലർക്കും കഴിയും. പ്രാക്ടിക്കൽ ലൈഫിൽ എന്താണെന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം. ഒരു സ്വതന്ത്രമൊക്കെ പറയണേ. ഹല്ലേലൂയ. ഞാൻ സാധാരണ അങ്ങനെ എല്ലാവരെയും ഒന്നും അങ്ങനെ അവിടെ വേണ്ടവർക്ക് പോകാം, ബാക്കി വല്ലവർക്ക് ഇവിടെ മീറ്റിംഗ് കൊണ്ട് ഈ പ്രാവശ്യം പിസിനാക്കിന് എല്ലാവരും ഇംഗ്ലീഷ് ചർച്ച സഹിതം ഞാൻ പോകാൻ അനുവദിച്ചു. പക്ഷെ അതിന് വന്ന ഭവിഷ്യത്തുകൾ പലതാണ്. നിങ്ങൾക്കറിയത്തില്ല. ഇനി ഞാൻ തന്നെ അത് ക്രമീകരിക്കണം. നമ്മുടെ യങ്സ്റ്റേഴ്സിൽ ഒത്തിരി ഭിന്ന അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അതാരാ റിപ്പയർ ചെയ്യുന്നത്? നിങ്ങൾക്ക് അഭിപ്രായം വന്നിട്ട് വീട്ടിൽ പോകാം, അല്ലെങ്കിൽ വേറെ സഭയിൽ പോകാം. ഞാനെവിടെ പോകും? അതുകൊണ്ടൊക്കെയാ കാര്യങ്ങൾ വയസ്സായിട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളെ പറയും, മുമ്പോട്ടോ പുറകോട്ടോ വീണോ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാനത് പഠിപ്പിക്കത്തില്ല, പഠനത്തിൽ അതില്ല. മുമ്പോട്ട് വീഴുന്നതുകൊണ്ട് ആരാധിക്കാൻ വേണ്ടിയിട്ട് കർത്താവിനെ കണ്ടവർ, പുറകോട്ട് വീഴുന്നവരുമുണ്ട്. ഒരു വാക്യം വായിക്കാമോ? യെശയ്യാവ് 28. എന്ത് ചെയ്യുന്ന ഞാനും ഒന്ന് നോക്കട്ടെ. 28:11 വായിച്ചു. 28:11. 28 ഇല്ലയോ? അത് തന്നെ. 28:11-12 വായിച്ചോ. അവിടെ ആ ആ ആ ആ അവിടെ മുതലാണ് വായിക്കുന്നത്. അതാ 11 തുടങ്ങുന്നത്. അത് മലയാളത്തിൽ അങ്ങനെ. അതെ വിക്കി വിക്കി ആ ആ ആ പഴയ നിയമത്തിലെ ഒരു ഭക്തൻ പുതിയ നിയമത്തിൽ നടക്കാൻ പോകുന്ന കാര്യം പറയാതെ. പഴയ നിയമത്തിൽ അതില്ല. അന്യഭാഷയോടുള്ള മലയാളത്തോടുള്ള ഒരു അഭിഷേകം പഴയ നിയമത്തിലില്ല. പുതു നിയമത്തിലെ പ്രവാചക വാക്യം, പുതു നിയമത്തിൽ നടക്കാൻ പോകുന്ന ഔട്ട് പോറിങ്ങിനെ പറ്റി പ്രവചിച്ച 2 പ്രവാചകന്മാർ, ഒന്ന് യെശയ്യാവ്, 2 യോവേൽ. ഈ 2 ദേവദാസന്മാർ പ്രവചിച്ചതിൽ ഒന്നാണിത്. യെശയ്യാവ് പറയുക, വിക്കി വിക്കി പറയുന്ന അക്ഷരങ്ങളാലും അന്യഭാഷയിലും ജനത്തോട് സംസാരിക്കും. അടുത്തത് ആ എങ്കിലും സൂക്ഷിക്കണം. എങ്കിലും കേൾപ്പാൻ മനസ്സില്ലാത്തവരാരാ?
കേൾപ്പാൻ മനസ്സില്ലാത്തവർ, ദുസ്സാഠ്യക്കാർ, ദൈവവചനത്തിന് ചെവി കൊടുക്കാത്തവർ. നിങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ട് ആ ബൈബിൾ നോക്കി. എനിക്കറിയാം ഇപ്പം മുഴുവനും വായിച്ചു കാണും യെശയ്യാ പ്രവചനം. ഞാൻ പറയുന്നത് വായിച്ചാൽ മതി, ബാക്കി വീട്ടിൽ പോയി വായിക്കാനേ. ഇന്ന് ഉച്ച കഴിഞ്ഞ് പണിയൊന്നുമില്ലല്ലോ. വിക്കി വിക്കി പറയുന്ന വചനങ്ങൾ അന്യഭാഷയിൽ നിങ്ങൾ ജനത്തോട് സംസാരിക്കും. അവർക്ക് സ്വസ്ഥത, സമാധാനം അവിടെ ലഭിക്കും. ഇത് പറഞ്ഞ ഇത് അവിടെ വായിച്ചേ. ഇത് ആകെയാ അനുസരിക്കാത്തവരാ പുറകോട്ട് വീഴുന്നത്. രണ്ട് ബൈബിൾ എഴുതിക്കുന്നു വെച്ചാൽ അത് കണ്ടോ? ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് വായിച്ചേ, എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. അല്ലല്ല 11 ഒന്നുകൂടെ വായിച്ചു. അതേന്നോ? അതെ 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 അല്പം പോട്ടെ. അതെ യോ തടസ്സം എന്താ? വേഗം വായിക്കേ. ഓ അതൊന്നും അല്ലെന്നേ. അമ്മ അതൊന്നുമല്ല. അതെ അതെ വിക്കി വിക്കി പറയുന്ന വചനങ്ങളാലും അതാണ് ദൂത്. പ്രവാചക വാക്യം പറയുന്നത് ഒരു ദിവസം വരും, ആത്മാവിനെ ശക്തി സഭയിലേക്ക് വരും, അവിടെ വിക്കി വിക്കി പറയുന്ന വചനങ്ങളും അന്യഭാഷയുമായി ജനത്തോട് സംസാരിക്കും. അടുത്തത് അരുളി ചെയ്തു, പ്രവാചക വാക്യം പറഞ്ഞു. അടുത്ത വാക്യം എങ്കിലും അവർക്ക് മനസ്സില്ല. അവരെങ്ങോട്ട് വീണു? അത് അഭിഷേകത്തിൻ്റെ വീഴ്ചയാണോ മനസ്സിലാത്ത വീഴ്ചയാണോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. അനുസരണക്കേടിൻ്റെ വീഴ്ചയാ. ഇത് ദൈവസഭയിലെ അഭ്യസനമല്ലിത്. അനുസരിക്കാൻ അച്ഛാ വിളിക്കണ്ട, ഇത് പറഞ്ഞു കൊടുത്താൽ പോരെ? ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ചെവി അടച്ചിരിക്കുന്നതിന് വീട്ടിൽ പോട്ടെ എന്നല്ലേ അർത്ഥം? അതിൻ്റെ അർത്ഥം രക്ഷ സൗജന്യമാ, ഓപ്പണായിട്ടാണ് വെച്ചിരിക്കുന്നത്. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ ഞാൻ അതിൻ്റെ ഉള്ളിലാക്കും. വചനം കേൾപ്പിക്കുക എന്നുള്ള പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനെ മറുതലിക്കുന്നവൻ വീണേ പറ്റൂ. അങ്ങനെ വീണവർ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിച്ചവർ വീണിട്ടുണ്ട്. അച്ചായനും അമ്മാവും ഒന്നിച്ച് കള്ളം പറയാൻ കൂടി. ഒരാൾ തന്നെയാണ് രണ്ടും ഒന്നിച്ച് കള്ളം പറഞ്ഞ് കൂടിയിട്ട് ആ വീട്ടിൽ നിന്ന് വരുന്നത്. ആത്മാവിന് മുമ്പിൽ വന്ന് എന്ത് ചെയ്തു? ഒരു സ്തോത്രം പറയാമോ? ഒരാൾ കള്ളം പറയാൻ മറ്റുള്ള കറക്റ്റ് ചെയ്യാൻ കൂടെ ചെയ്യാനരുത്. ദൂത് കിട്ടിയില്ല. അച്ചായനും അമ്മാവിടെ കാര്യം ഇപ്പം ഞാൻ പറയുന്നത്. ഒരാൾ കള്ളം പറയുമ്പോൾ അച്ഛ അങ്ങനെ പറയാതെ കള്ളമാണെന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടും പുറകോട്ട് വീഴും. അവിടെ അനുശോധന യോഗം ഒന്നുമില്ലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അനുശോധനം രാവിലെ 9 മുതൽ വൈകിട്ട് 8 വരെയാണ്. ഈ അമ്മാമ്മ എനിക്ക് പരിചയമില്ലെങ്കിലും ഈ അമ്മാമ്മ നല്ലവളായിരുന്നു. എന്തുവാ ഇതൊക്കെ നിർത്താനുള്ള സമയമായില്ലയോ? ഒരു സ്തോത്രം പറയണേ. പെന്തക്കോസ്ത് നാൾ വന്നു. Justin is ready to come forward. I know that. Justin, this is the last message, you know. After that, I am going to change another one. പെന്തക്കോസ്ത് നാൾ വന്നു. പെന്തക്കോസ്ത് നാൾ ഒരുത്തൻ മേപ്പോട്ട് കയറിപ്പോയി. ഒരാൾ, ഞാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയം ചാപ്റ്റർ 1-ൽ one person ascended to heaven. Chapter 2-ൽ one person descended from heaven. അതാരാ? ചാപ്റ്റർ 2 വരെ സഭയില്ല, സംഘമേ ഉള്ളൂ.
പൗലോസ് ജാതികളും യഹൂദന്മാരും ഒന്നിച്ചു പോയ സഭയാണ് മണവാട്ടി സഭ എന്ന് പറയുന്നത് തെറ്റല്ല. പക്ഷെ 1-ാം അധ്യായത്തിൽ സഭയില്ല, സംഘമാ. 120 പേരുടെ ഒരു സംഘം. നമ്മൾ പറയും സഹകരണ സംഘം എന്നൊക്കെ പറയത്തില്ല, എന്ന് പറഞ്ഞ പോലെ പെന്തിക്കോസ് നാളിൽ ആത്മാവ് വന്നപ്പോൾ 3000 പേര് സംഘത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്, സഭയോട് ചേർന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ സഭ ആരംഭിച്ചോ? 3-ാം അധ്യായത്തിൽ സഭയുടെ ആലയത്തിന് വെളിയിൽ നിൽപ്പാൻ യോഗ്യതയുള്ള ഒരുവൻ ആലയത്തിലേക്ക് വരുന്നു. ഈ ശക്തി വെളിപ്പെട്ടപ്പോൾ, ഈ ശക്തി ഈ സഭയിൽ വെളിപ്പെട്ടാൽ വെളിയിൽ നിൽക്കുന്നവർ അകത്തോട്ട് വരണം. മുടന്തന് ആലയത്തിൽ പോകുവാൻ അവകാശമില്ല. പക്ഷെ അഭിഷേകമുള്ളവർ പോയപ്പോൾ ആ ശക്തി അവിടെ വെളിപ്പെട്ടു. അകത്ത് കയറി തുള്ളിയും ചാടിയും. ആ ശക്തി 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ വെളിപ്പെട്ടപ്പോഴാണ് പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കരുത് എന്ന് പത്രോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അനന്യാസിനെയും സഫീറയെയും, അതിൽ അന്യാസ് സഫീറയല്ലയോ, അതെ, സഫീറയെയും കുഴിച്ചിട്ടു. ചത്തോരെ കുഴിച്ചിടാൻ വേണ്ടത്, പട്ടിയെ കുഴിച്ചിടുന്ന പോലെ. സ്തേഫാനോസ്, ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കം ചെയ്തു. ഓ, ഇതൊക്കെ വ്യത്യാസമുണ്ടെന്നേ. 9-ാം അധ്യായത്തിൽ ഒരുവന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ദൈവാത്മാവ് അനന്യാസിന് വെളിപ്പാട് കൊടുത്തു. അത് വേറൊരു അന്യാസ, പല അന്യാസന്മാരുണ്ട്. ശൗലേ മകനെ ആത്മപൂർണനായിരിക്കുക. ഓ, അവിടെയാണ് ആത്മനിറവ്. ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അത് വേണം. ഒരു സ്തോത്രമൊക്കെ പറയാമോ? ആ പൗലോസാണ് പ്രാർത്ഥിച്ചത്, എനിക്ക് ഈശോയെ ഒന്ന് മാറണം. എന്തായാലും വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട്. നമുക്ക് പിന്നെ അതില്ല. അതുപോലെ അതുകൊണ്ട് പിന്നെ നമുക്ക് വല്ലപ്പോഴും കൊണ്ട് ഈ കറുത്ത പട്ടി വരുന്ന വെളുത്ത് ആന പോകുന്നൊക്കെ ഇങ്ങനെ വെളിപ്പാട് കാണും. അതേ ഉള്ളൂ. ഒരു സ്വതന്ത്രം പറയണേ. നല്ല സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. രണ്ടാമത് ഇവിടുത്തെ ഒരു പോയിൻ്റിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ മറന്നുപോയി, നോക്കാൻ വേണ്ടിയാണ്. വെളിപ്പാട്. എന്താ വെളിപ്പാട്? തുടക്കത്തിൽ യേശുവിനെ കണ്ടു. മുമ്പോട്ട് പോകുമ്പോൾ എന്തുവാ? യഹൂദ മരുഭൂമിയിലേക്ക് പോകുവാൻ വെളിപ്പാട് കിട്ടി. യൂറോപ്പിലേക്ക് പോകാൻ മക്കദോന്യക്കാരൻ വിളിക്കുന്ന വെളിപ്പാടാ. 14 ദിവസം സൂര്യനില്ല, ചന്ദ്രനിൽ നക്ഷത്രമില്ല, രാത്രിയിൽ വെളിപ്പാട്. യേശുവിനെ കണ്ടു, അവന് ശബ്ദം കേട്ടു. തോന്നുന്നു പറയാമോ? യഹൂദനും ജാതിയും ചേർന്ന പുതിയ നിയമ സഭയുടെ വെളിപ്പാട് ലഭിച്ചവൻ അവനാ. ഈ വെളിപ്പാടുകാരൻ ഇത്ര പെട്ടെന്ന് വെല്ലായിട്ടൊന്നും പോകണ്ട. ഈ വെളിപ്പാടിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. ഇതങ്ങ് സൗഖ്യം. ആ വിഷയത്തിന് വിടുതൽ തന്നാൽ നിന്റെ വെളിപ്പാട് നീ എന്ത് ചെയ്യും? നിഗളിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഇടി പൊട്ടിയ, അല്ല ഇടിയല്ലല്ലോ, എന്തായിരുന്നു, കാറ്റ്, ഇലക്ട്രിസിറ്റിയൊക്കെ പോയപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രിഡ്ജും പോയി. അങ്ങ് ഉണ്ടോ? ഷാജു ചിരിക്കുന്നുണ്ടോ? അല്ലേ ഇല്ല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളൂ, അതുകൊണ്ടാണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ പോയി നോക്കിയപ്പോഴേ അത് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടായിരുന്നപ്പോൾ അകത്ത് നല്ല തണുപ്പാണ്. ഞാൻ ചൂടത്തിങ്ങോട്ട് വന്നാൽ അവിടുന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ച് എന്ത് ആശ്വാസമാണെന്ന് അറിയാം. അന്ന് അതിൻ്റെ പുറവും ബാക്കും തൊട്ട് നോക്കിയാൽ ചൂടാ, അല്ലയോ? അകം തണുപ്പെങ്കിലും പുറത്ത് ചൂടാ. ഇതാ ക്രിസ്ത്യ ജീവിതം. ചൂടേറിയ മരുഭൂമി യാത്രയിൽ നാം ജീവിക്കുമ്പോൾ
മനസ്സിലായോ? നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കട്ടെ. ഇത് ദൈവശക്തി വ്യാപരിക്കുമ്പോഴേ ഉള്ളൂ. അതിനകത്ത് ഇലക്ട്രിസിറ്റി വ്യാപരിച്ചെങ്കിൽ നമ്മിൽ ദൈവശക്തിയെ വ്യാപരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ശക്തി വ്യാപരിച്ചപ്പോൾ അവൻ മരിച്ചവർ എഴുന്നേറ്റെങ്കിൽ പൗലോസിൻ്റെ ഒരാഗ്രഹമുണ്ട്, എനിക്കവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം. എന്താ കാര്യം? നിങ്ങൾക്കറിയാമോ എന്താ? ഞാൻ പറഞ്ഞപ്പോൾ എന്താ ഈ പ്രാർത്ഥന അർത്ഥം? ഇത് ആർക്കെഴുതുക? ഫിലിപ്പിയർക്ക്, ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുക. ഇന്ന് പാട്ടൊന്നും പാടുന്നില്ല. ഇന്നില്ല, ആരില്ല താനും, സമയമില്ല പാടാനും. ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുക. എന്താ അവർക്ക് എഴുതുന്നറിയാമോ? അവരോട് പറഞ്ഞാൽ ഇത് മനസ്സിലാകും. അതെങ്ങനാ? ഫിലിപ്പിയ സഭയുടെ ആരംഭം അവർക്കും അറിയാം, ഇവനും അറിയാം. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ ആമത്തിലായി വലിച്ചെറിഞ്ഞ രക്തം വാർന്നു കിടക്കുന്ന പൗലോസും ശീലാസും രാത്രി കഴിഞ്ഞപ്പോൾ സ്വതന്ത്രം പറയണേ, പ്രാർത്ഥിച്ചു, പാട്ടുപാടി ആരാധിച്ചു. അവിടെ ഇറങ്ങി വന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി. ദൈവമക്കളെ, അനുഭവമുള്ളവർ ഇതിനെതിരായിട്ട് പറയത്തില്ല. ആത്മാവിലുള്ള ആരാധനയും അന്യഭാഷയുടെ ആനന്ദവും ഒക്കെ അനുഭവമുള്ളവർ. ഞങ്ങൾക്കറിയാം, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ആത്മാ നിറവിൽ അന്യഭാഷ അല്ലാത്ത ആത്മനിറവ് പ്രാപിച്ച അന്ന് മുതലാണ്. ഒരു വ്യക്തിയും, ഞാൻ പറയട്ടെ, എങ്ങനെങ്കിലും നമ്മുടെ സഭയിൽ എല്ലാവരും ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ. അതിനേതെല്ലാം സാഹചര്യം ഒരുക്കണമെങ്കിൽ ഒരുക്കിയും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചില അപാകതകളൊക്കെ ചിലരുടെ ശുശ്രൂഷയെ വരുന്നിരിക്കും. അതല്ല, അത് പൊക്കിക്കൊണ്ട് നടക്കുന്നതല്ല. 99 നല്ലതാണെങ്കിൽ 1 നല്ലതല്ലെങ്കിൽ അതിന് വേണ്ടി എന്ത് നടക്കുന്നത്? മനസ്സിലായില്ല? ആരും ആത്മനിറവിൽ നിന്ന് പുറകോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ആ ശക്തി കാരാഗ്രഹത്തിൽ വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂകമ്പം ഉണ്ടായി. പൈശാചികൻ ഉറപ്പിച്ചു വെച്ചിരുന്ന വിഷയത്തിന്മേൽ ചലനമുണ്ടായെന്ന് ദൈവജനം ആത്മാവിൽ ആരാധന ഏൽപ്പിച്ചു കൊടുക്കാമോ? ചില വിഷയത്തിന്മേൽ ചലനമുണ്ടാവും. വിശ്വസിക്കാമോ? കരങ്ങൾ കോർത്തു പിടിച്ച് പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ, ചങ്ങല പൊട്ടി. അവിടെ നടന്ന ഒരു കാര്യം, ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടു. ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടു. അവർ സ്നാനമേറ്റ് സഭയോട് ചേർന്നു. ഇവിടെയും അത് നടക്കണം. വിശ്വസിക്കുന്നോ? ലോർഡ് വി പ്രൈസ്. ഒന്നിച്ച് പാട്ടോ ഡ്രമ്മോ ഒന്നും വേണ്ട, കരകളെടുത്ത് കർത്താവിനെ സ്തുതിക്കാമോ?